ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു. ഇന്ന് നമുക്കൊരു മുട്ട പുഴുങ്ങിയത് കൊണ്ട് നമുക്കൊരു പൊരിച്ചെടുത്താലോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു മുട്ട പുഴുങ്ങിയത്, പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളീൻ്റെ പകുതി, മല്ലിച്ചപ്പ്, ഒരു മുട്ട കൊത്തി ഇങ്ങനെ അടിച്ച് വെച്ചേക്കുന്ന കേട്ടോ, അടിച്ച് വെച്ച്, വെല്ലുള്ളി കൊത്തി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി, പിന്നെ കരിയാപ്പില, എണ്ണ, പിന്നെ അതിന് വേണ്ട പാത്രം. ഈ കുഴിയൻ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ. പാത്രം ചൂടായി, തീ കുറച്ച് വെക്കാം. ലേശം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട വെക്കാം കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്, മുട്ടയുണ്ട്. മതിച്ച് തന്നെ വെക്കണം മുട്ട വേണം. ഇനി നമുക്ക് ഈ അരിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ലേശം മുളക് പൊടി ഇടണം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. എല്ലാം കൂടെ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് മസാലപ്പൊടി, തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇതാവും. കുറച്ച് സബോള കൊത്തി അരിഞ്ഞത്, കുറച്ച് തക്കാളി, 2-3 പച്ചമുളക്, മല്ലിച്ചേപ്പും കരിയാപ്പിലയും കൂടി ഇട്ടത്. ഇതിന്ന് പയ്യെ വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. അങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. തീ കുറച്ച് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ചെയ്യുക. തക്കാളി ഇടുക, ഉള്ളി ഇടുക, പച്ചമുളക് ഇടുക, മല്ലിച്ചപ്പ് ഇടുക, ലേശം മസാലപ്പൊടികൾ ഇടുക, മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി വീണ്ടും ആ പഴയ ഇതുപോലെ തന്നെ ഇടുക. എന്നിട്ട് ആ സൈഡിൽ നിന്ന് പയ്യെ മൊരിഞ്ഞ് വരട്ടെ. അങ്ങനെ നമ്മൾ എല്ലാം ഇപ്പോൾ കാണിച്ച പോലെ തന്നെ എല്ലാം ഇതിൻ്റെ മേലെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മമ്മിക്ക് കൊടുത്തു നോക്കാം. മമ്മി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണ്ടേ, അഭിപ്രായം കേൾക്കണ്ടേ. മമ്മി എങ്ങനെയുണ്ടെന്ന് മുറിച്ച് നോക്കിയിട്ട് പറഞ്ഞു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് ഉണ്ടോ, നല്ലതാണോ എന്നൊക്കെ നോക്കിക്ക്. നല്ല രുചിയുണ്ട്, ബന്ന് പോലെയുണ്ട്. നല്ല സാധനമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വെച്ച് കൂട്ടി നോക്കണം കേട്ടോ, കഴിച്ച് നോക്കണം. ബന്ന് പോലെയാണ്, നല്ല ടേസ്റ്റാണെന്ന് അമ്മ പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായങ്ങൾ പറയുക. കമൻറ്റും ലൈക്കും ചെയ്യണം കേട്ടോ. താങ്ക് യു.